മറയൊക്കെ കെട്ടി ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പം ഇത് ഉള്ളന്നൂരെ ഒരു പ്രധാന കർഷകനാണ്. സമ്മിശ്ര കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കപ്പയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്. ഇടവിളയായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. ഉള്ളന്നൂർ സത്യപുരത്ത് സലീം കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. വ്യാപാരത്തിനോടൊപ്പം കൃഷിയെയും സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പന്നിയുടെയും മറ്റും വലിയ ശല്യമുള്ള ഈ സ്ഥലത്ത് അദ്ദേഹം അതിനെയൊക്കെ തുരത്താനായിട്ട് ഫെൻസിങ്ങും അതുപോലെ മറ്റ് മറകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ കൃഷി ഇവിടെ ചെയ്യുന്നത്. ഇതൊരു പക്ഷേ കൃഷി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വലിയ ഒരു അനുഭവ പാഠം കൂടിയാണ്. അത് കെട്ടിയിരിക്കുക. കാച്ചിൽ മേപ്പോട്ട് എത്രയും വളരുന്നു അതിനനുസരിച്ച് നമുക്ക് കാച്ചിലിന് ചോട്ടിൽ കാച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. കാച്ചിൽ കളർന്നു പോകുന്നതനുസരിച്ച് അതിൻ്റെ കാച്ചിൽ വലിയ കാച്ചിൽ ഉണ്ടാകും. ചുറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇത് കെട്ടിയിരിക്കുക. ചേന ചുറ്റി കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച കൊണ്ട് ചേന വാഴപ്പോവും. അപ്പോൾ ചേന ചുറ്റാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ചേനയിൽ പോലും ഇതിൻ്റെ കാച്ചിലിൻ്റെ വള്ളി കയറിപ്പോകാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. ഇടയ്ക്കൂടി കയറും മറ്റും കെട്ടി അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പന്നിയുടെ ശല്യം ഉണ്ടായി, കൂടുതൽ കപ്പ ഇട്ടിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് പന്നി കയറി കുത്തിക്കളഞ്ഞതാണ്. പിന്നീട് അതിന് ശേഷമാണ് ഇവിടെ ഫെൻസിങ്ങും മറ്റും ചെയ്ത് അദ്ദേഹം അത് കൃഷിയുടെ കോവൽ കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് കോവലക്കാണെങ്കിലും എടുത്ത് അത് മുറിച്ച് വിട്ടിരിക്കുക. കഴിഞ്ഞാൽ അത് വളരാൻ വേണ്ടിയിട്ട് കോവൽ കൃഷി കാണാം. അതിപ്പോൾ അതിൻ്റെ വള്ളി അതിൻ്റെ തണ്ട് മുറിച്ച് ഇട്ടിരിക്കുകയാണ്. അത് പൊട്ടിക്കിളിക്കുന്നതിന്. അതുപോലെ തന്നെ ചെറിയ കോവലിൻ്റെ തണ്ട് ഇവിടെ പയറുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും സ്ഥലമേ ഉള്ളെങ്കിൽ നമുക്ക് നല്ല ആദായം കിട്ടും ഇത്രയും സ്ഥലത്തു നിന്ന്. കാരണം എല്ലാ മൂട്ടിലും ചേനയുടെ മൂട്ടിൽ ഈ 2 കാച്ചിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ചേനയുടെയും മൂട്ടിൽ 2 മൂട് കാച്ചിൽ നട്ടിട്ടുണ്ട്. അത് ഭംഗിയായി കൃത്യമായി പടത്തി വിട്ടെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഇടയ്ക്ക് ഇടവിളയായിട്ട് മരച്ചീനിയുണ്ട്. പൊതുവേ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യമില്ലാത്ത ഈ സ്ഥലത്ത് ഈ സമയത്ത് അദ്ദേഹം കൃഷിയെ സ്നേഹിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാസിയായ അദ്ദേഹത്തിന് കൃഷിയോടുള്ള അടങ്ങാത്ത താല്പര്യം. അദ്ദേഹത്തിൻ്റെ പിതാവും വലിയൊരു കർഷകനായിരുന്നു. ഞങ്ങൾക്കൊക്കെ അറിയാം. ആനന്ദൻ എന്ന് പറയുന്ന ആനന്ദൻ ചേട്ടൻ. അദ്ദേഹമായിരുന്നു കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. അദ്ദേഹം മൺമറഞ്ഞു പോയി. ഇപ്പോൾ ഈ സൈഡിലായിട്ട് വെണ്ട കൃഷി, പച്ചക്കറി കൃഷി, കിട്ടിയ സ്ഥലങ്ങളെല്ലാം അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പയറുണ്ട്, ഓമയ്ക്ക, ലേഡി ബേഡ്, എന്താണ് എൻ്റെ പേര്, ഓമയ്ക്ക ഉണ്ട്. അത് തോരൻ വെക്കാനും പഴിപ്പിച്ച് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. തേങ്ങയുമുണ്ട്. ആവശ്യത്തിനുള്ള വാഴ, കാപ്പി കൃഷി, അങ്ങനെ പലതരം കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം പഞ്ചായത്തിൽ നിന്നും മറ്റും നൽകി ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുവാനും നമുക്ക് കഴിയണം. നമുക്കിത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അവിടെ പൈനാപ്പിളുണ്ട്. അങ്ങനെ ഉള്ള സ്ഥലങ്ങളെല്ലാം അത് ഉപയുക്തമായിരിക്കുകയാണ്.